ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മളൊരു പുതിയ വീട് വെക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പഴയ വീടാണെങ്കിൽ കൂടിയും നമ്മൾ ഇൻവെർട്ടറിൻ്റെ പൊസിഷൻ ഇപ്പോൾ സോളാർ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിരിക്കുന്നുണ്ട്. സോളാർ പാനൽ കാര്യങ്ങളൊക്കെ വെക്കാൻ എളുപ്പത്തിൽ ആവണമെങ്കിൽ നമ്മുടെ DC വോൾട്ടേജൊക്കെ പാനലിൽ നിന്ന് വോൾട്ടേജ് താഴേക്ക് വരുന്നത് സിമ്പിളായിട്ട് അധികം ലെങ്ത് ഇല്ലാതെ വരണമെങ്കിൽ ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം നമ്മുടെ ഏറ്റവും മുകളിൽ, അതായത് മാക്സിമം പാനലിൽ നിന്ന് അധികം ദൂരമില്ലാത്ത രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓപ്പൺ ടെറസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. നമ്മുടെയൊക്കെ വീട്ടിൽ ഓപ്പൺ ടെറസ് ഉണ്ടെങ്കിൽ അവിടെ ജസ്റ്റ് ഷീറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇൻവെർട്ടർ നനയാത്ത സ്ഥലത്താണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ഇൻവെർട്ടർ വെക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. ആദ്യമേ തന്നെ നമ്മൾ നോക്കുക, ഒരു 6 മോഡ്യൂളിൻ്റെ ബോക്സാണ് നമ്മൾ ഇൻവെർട്ടർ സെക്ഷന് വേണ്ടി വെച്ച് കൊടുത്തിരിക്കുന്നത്. 6 മോഡ്യൂൾ എന്ന് ഉദ്ദേശിച്ചാൽ 6 സ്വിച്ചാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് 2 പ്ലഗും 2 സ്വിച്ചുമാണ് ഉദ്ദേശിക്കുന്നത്. 2 പവർ പ്ലഗും 2 20 ആംസിൻ്റെ 2 വേ സ്വിച്ചുമായിട്ടുള്ള കണക്ഷനിൽ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ സർക്യൂട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമേ തന്നെ സർക്യൂട്ട് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ എർത്താണ് നോക്കുന്നത്. എർത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5ൻ്റെ എർത്ത് DBയിൽ നിന്ന് വലിച്ചിരിക്കുന്നു. പിന്നെ ന്യൂട്രൽ വന്നിരിക്കുന്നത് ബ്ലാക്ക് ആണ്. 2.5ൻ്റെ വയറാണ് നമ്മൾ ബ്ലാക്കിന് വേണ്ടി വലിച്ചിരിക്കുന്നത്. DBയിൽ നിന്നാണ് ഡയറക്റ്റ് വലിച്ചിരിക്കുന്നത്. DBയിൽ നിങ്ങളെ കാണാൻ സാധിക്കും 2.5 സ്ക്വയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതുപോലെ ഈ അടുത്ത് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സർക്യൂട്ടിൽ മെയിനായിട്ട് വരുന്നതാണ് ഫേസ്. അതും 2.5ൻ്റെ വയറാണ് നമ്മൾ വലിച്ചിരിക്കുന്നത്. 2.5 സ്ക്വയർ എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് ആണ് മെയിനായിട്ട് വരുന്ന സർക്യൂട്ട് എന്ന് പറയുന്നത്. അതായത് സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചാൽ ചാർജിങ്ങിന്, ഇൻവെർട്ടർ ചാർജിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇൻവെർട്ടർ ചാർജ് ആവുന്ന സമയത്ത് ഈ വഴിയായിരിക്കും നമ്മുടെ ഇൻവെർട്ടർ സെക്ഷനിലേക്കുള്ള എല്ലാ ബൾബുകളിലും ഫാനുകളിലേക്കും പോകുന്നത്. ഇതാണ് നമ്മുടെ ഇൻവെർട്ടറിൻ്റെ മെയിനായിട്ട് വരുന്ന ഔട്ട്പുട്ട് സെക്ഷൻ. ഇൻവെർട്ടറിൽ നിന്ന് ഡയറക്റ്റായിട്ട് DBയിലേക്ക് വലിക്കുന്ന വയറാണ് നമ്മൾ ഈ കൊടുത്തിരിക്കുന്നത്. 2.5ൻ്റെ മഞ്ഞയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മെയിനായിട്ട് വരുന്നതെന്ന് വെച്ചാൽ ചാർജിങ് സർക്യൂട്ട്, ഫേസ്, ന്യൂട്രൽ, എർത്ത്, പിന്നെ ഒരു ഔട്ട്പുട്ടിന് വരുന്ന ഒരു ലെങ്ത്ത്, പിന്നെ വരുന്ന ഔട്ട്പുട്ടിന് വരുന്ന ഒരു മീറ്റർ, പിന്നെ വരുന്ന നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന പൈപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, നേരെ മുകളിലേക്ക് വാർക്കയുടെ ഏറ്റവും ടോപ്പിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാനലിൽ നിന്ന് സോളാർ പാനൽ വെക്കുന്നതിന് സോളാർ പാനലിൽ നിന്ന് വരുന്ന DC വോൾട്ടേജ് അധികം ലെങ്ത്ത് ഇല്ലാതെ തന്നെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അധികം ലെങ്ത്ത് ഇല്ലാതെ മാക്സിമം ഒരു 3-4 മീറ്റർ മാക്സിമം ലെങ്ത്തേ വരുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പൈപ്പ് ഇട്ടിരിക്കുന്നത്. നേരെ മുകളിലേക്ക് വാർക്കയുടെ മുകളിലേക്ക് കൊടുത്തിരിക്കുന്നു. ആ പാനലിൽ നിന്ന് കൺട്രോൾ യൂണിറ്റ് അല്ലെങ്കിൽ സോളാറിൻ്റെ ഇൻവെർട്ടറാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ ഡയറക്റ്റ് അതിലേക്ക് പാനലിൽ നിന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ പാനലിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. തൊട്ടടുത്ത് തന്നെ ഡ്രസ് വർക്കിൻ്റെ ഏരിയകളിൽ നമ്മൾ സോളാറിൻ്റെ സിസ്റ്റം അതുപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ സിസ്റ്റം നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഓപ്പൺ ടെറസിൽ തന്നെ നമ്മുടെ ഇൻവെർട്ടർ സെക്ഷൻ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം പാനലിൽ നിന്നും DC വോൾട്ടേജാണ് വരുന്നത്. ഈ DC വോൾട്ടേജ് ഒരുപാട് ലെങ്ത്ത് പോയി കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കൂടുകയും അതുപോലെ തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ചാൻസസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം DC വോൾട്ടേജ് ആയതുകൊണ്ട് മാക്സിമം ലെങ്ത്ത് കുറച്ച് ഓപ്പൺ ടെറസിൽ തന്നെ ചെയ്യുക. ഓപ്പൺ ടെറസിൽ ചെയ്യുക. ആ ഏരിയയിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ ഏരിയ കൊടുക്കാം, വാഷ് ബേസിൻ്റെ ഏരിയ കൊടുക്കാം. അപ്പോൾ ആ സ്പേസ് ഒട്ടും നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ നമുക്ക് കൈകാര്യം ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതിനെക്കുറിച്ച്, അതായത് 2 വേ സ്വിച്ച്, 2 വേ സ്വിച്ചും 2 പവർ പ്ലഗ് ഉപയോഗിച്ചിട്ട് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തതിൻ്റെ അടുത്തൊരു വീഡിയോ നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.